ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. അപ്പോൾ RBI ഗ്രേഡ് എ ഗ്രേഡ് ബി എന്താണെന്നല്ലേ ഈ ഇടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ തന്നെ ഒരുപാട് വന്ന ചോദ്യങ്ങളാണ്. മിസ് ഈ എക്സാമിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? കുറച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ഈ പരീക്ഷ എന്നൊക്കെ ഉറപ്പായിട്ടും പറഞ്ഞു തരാം. വന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും നമുക്ക് ജേർണലിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനു മുന്നേ എന്താണ് RBI ഗ്രേഡ് എ, എന്താണ് RBI ഗ്രേഡ് ബി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ. അപ്പോൾ അറിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ബാങ്ക് എക്സാമിനെ കുറിച്ച് അറിയില്ല, ഫ്രഷർ ആണ്, ബാങ്ക് എക്സാമിനെ കുറിച്ച് പഠിക്കണം, ബേസ് മുതൽ അഡ്വാൻസ് വരെ കവർ ചെയ്യുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ആ ഡൗട്ട് വേണ്ട. കാരണം SBI IBPS ടാർഗറ്റ് ബാച്ച് ഇതാ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ബേസ് മുതൽ അഡ്വാൻസ് വരെ ഈ ലോകത്തിന്റെ ഏതൊരു കോണിൽ നിന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാം. 20-ലധികം പരീക്ഷകൾ ഒരൊറ്റ സിലബസ് പഠിച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്നത് ഞാൻ നിസ്സാര കാര്യമാണോ? അല്ല. അപ്പൊ അതിനുവേണ്ടി ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. നമ്മുടെ IBPS SBI ടാർഗറ്റ് ബാച്ച് വെറും 6,999 ആണ് ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത്. 400+ hours ലൈവ് ക്ലാസ്സസ്, 2 to 4 hours ഡെയിലി, 5 to 6 days വീക്ക്ലി. അപ്പോൾ മറക്കണ്ട, ഓൺലൈൻ ആണെങ്കിൽ അത് SBI IBPS ടാർഗറ്റ് ബാച്ച്. ഇനി ഇതേ സമയം ഇത് ഓഫ്ലൈൻ ആണെങ്കിലോ അവിടെയും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. നമ്മുടെ ബേസ് ടു അഡ്വാൻസ് ഓഫ്ലൈൻ സെഷൻസിന്റെ രണ്ടാമത്തെ ക്ലാസ്, അതായത് ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് അടിപൊളിയായിട്ട് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സെക്കൻഡ് ബാച്ച് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് 23rd July 2025. അപ്പം ഇനി വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. 520+ hours expert faculty sessions and free online recorded classes. അപ്പോൾ ഇത്രയും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടില്ല. ഉടനെ തന്നെ ഓഫ്ലൈനിൽ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് എന്താ എക്സാം നോക്കാം അല്ലേ? ശരി. സോ വാട്ട് ആർ ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി എക്സാംസ്? ഗ്രേഡ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ പൊസിഷന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. രാജ്ഭാഷ, DEPR ആൻഡ് ലീഗൽ, ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇതിലേക്ക് ഫുൾ ഫോം ഞാൻ വരുന്ന സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. സോ ഈ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് RBI ഗ്രേഡ് എ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി RBI ഗ്രേഡ് ബിയിലേക്ക് വരുമ്പോൾ മാനേജറൽ ലെവൽ ഓഫീസർ ആണ്. അതിൽ നമുക്ക് ജനറൽ കാഡർ ഉണ്ട്, ജനറലിസ്റ്റ് പൊസിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അതിൽ നമുക്ക് DEPR വരുന്നത് എക്കണോമിക്സിലും DSIM വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലും ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ ബേസിക്കലി നമുക്ക് രണ്ടിനും തരംതിരിച്ച് പറയാൻ പറ്റുന്ന ഒരു രീതി. അപ്പൊ എന്താണ് ഗ്രേഡ് എ, എന്താണ് ഗ്രേഡ് ബി എന്ന് കണ്ടല്ലോ. ഗ്രേഡ് ബി ആണ് ഏറ്റവും നല്ലൊരു പൊസിഷൻ എന്ന് ഞാൻ പറയും, ഉറപ്പായിട്ടും പറയും. ഓക്കെ, ഗ്രേഡ് ബി ഓഫീസർ ജനറൽ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. ഗ്രേഡ് ബി ജനറൽ ഉണ്ട്. ഗ്രേഡ് ബിയിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ച്, ഇതാണ് DEPR എന്ന് പറയുന്നത്. എന്താണ്? എക്കണോമി ആൻഡ് പോളിസി റിസർച്ച്. DSIM ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ഈ 3 പോസ്റ്റുകളാണ് ഗ്രേഡ് ബിക്ക് അണ്ടറിൽ വരുന്നത്. അത് നമുക്ക് ഈ രണ്ടിലും വരാതെ സ്പെഷ്യലിസ്റ്റ് അല്ലാതെ വരുന്ന ജനറൽ ഉള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അതൊരു വളരെ പ്രസ്റ്റീജിയസ് പൊസിഷനാണ്. അതിലൊക്കെ പഠിച്ച് ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു ലക്കുള്ള ഫാക്ടറുള്ള കാര്യമാണ്. ബാക്കിയുള്ള എല്ലാ ബാങ്ക് എക്സാം പോലെ തന്നെ അടിപൊളിയാണ്. ഏതൊരു ബാങ്ക് എക്സാമിന് പോയത് കുട്ടിയോട് ചോദിച്ചാലും RBI ഒരു ഡ്രീം ആണെന്ന് പറയും. സോ ഗ്രേഡ് ബി ജനറൽ വരട്ടെ. ഇതിന്റെ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് 21 മുതൽ 30 വയസ്സ് വരെ, എഡ്യൂക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 60% മാർക്ക്, 50% എന്താണെങ്കിൽ SC ST PWBD ആണെങ്കിൽ. ഓക്കെ, ദെൻ നാഷണാലിറ്റി ആണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അറ്റംപ്റ്റ്സ് മെയിൻസിന്റെ കാര്യത്തിലാണ് ജനറലിന് 6ഉം ബാക്കി ആർക്കും നോ ലിമിറ്റ്സ്, അവർക്ക് ആർക്കും ലിമിറ്റുകളില്ല. പക്ഷെ ജനറലിന് 6 അറ്റംപ്റ്റ്സേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഫേസ്, എക്സാം ഫേസ്, പ്രിലിംസ്, ഒബ്ജക്റ്റീവ് 200 മാർക്കിന്, ജനറൽ അവയർനെസ് 80, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30, ഇംഗ്ലീഷ് ലാംഗ്വേജ് 30, റീസണിങ് 60. അപ്പോൾ 120 മിനിറ്റിൽ ഇത്രയും ടോപ്പിക്കുകൾ. സിമ്പിൾ. നമ്മൾ ബാങ്ക് എക്സാമിന് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡന്റിനും അറിയാം ഇത് ബാങ്ക് എക്സാമിന്റെ യൂഷ്വൽ ടോപ്പിക്കുകളാണ്, യൂഷ്വൽ സബ്ജക്റ്റുകളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു സിലബസ്, ഒരുപാട് പരീക്ഷകൾ. അതിൽ ഓരോ എക്സാമും ഓരോ പൊസിഷനും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പൊസിഷനും. അങ്ങനെ ഒന്നാണ് ഈ RBI അല്ലെ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് അടുത്ത ഫേസ് നോക്കാം. ഫേസ് 2. ഇത് ആക്ച്വലി ഒരു 300 മാർക്സ് വരുന്നതാണ്. മെയിൻസ് ലെവലാണ്. പേപ്പർ 1 എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്നൊരു പേപ്പറാണ്, സബ്ജക്റ്റ് ആണ് വരുന്നത്. അതിൽ ഒബ്ജക്റ്റീവ് 50 ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രിപ്റ്റീവ് 50 വരും. അതിന് ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് 30 മിനിറ്റും ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾക്ക് 90 മിനിറ്റും കിട്ടും. 100 മാർക്കിനാണ് പരീക്ഷ നടക്കുക. അത് കഴിഞ്ഞ് പേപ്പർ 2 വരും. ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കിൽസ് ആണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവിന് 3 ചോദ്യങ്ങൾ ഉണ്ടാവും, 100 മാർക്ക്, 90 മിനിറ്റ്. പേപ്പർ 3 വരുമ്പോൾ ഫൈനാൻസ് ആൻഡ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് 50 എണ്ണം, ഡിസ്ക്രിപ്റ്റീവ് 50 എണ്ണം, 100 ചോദ്യങ്ങൾ, 30 മിനിറ്റ് ഒബ്ജക്റ്റീവിനും 90 മിനിറ്റ് ഡിസ്ക്രിപ്റ്റീവിനും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻസിന്റെ സെഷൻ. ഇനി അടുത്തതിലേക്ക് പോകാം. ഇന്റർവ്യൂ ഫേസ് 3 ഇന്റർവ്യൂ ആണ്. 75 മാർക്കിനാണ് ഇന്റർവ്യൂ നടക്കുന്നത്.
ഫൈനൽ സെലക്ഷൻ മെയിൻസും ഇന്റർവ്യൂ മാർക്സും കൂടെ എടുത്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ കൃത്യമായിട്ട് RBI ഗ്രേഡ് ബിനെ കുറിച്ച് ഒരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Now moving to the next part. Grade A assistant manager. അതിന്റെ കീ പോയിന്റ്സ് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ഗ്രേഡ് എന്ന് പറയുന്നത് ഈ 3 പേരാണ്. രാജഭാഷ, ട്രാൻസ്ലേഷൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജ് റിലേറ്റഡ് റോൾസ് ആണ് രാജഭാഷ എന്ന ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നത്. ലീഗൽ എന്ന് പറയുമ്പോൾ ഹാൻഡ്ലിംഗ് ലീഗൽ മാറ്റേഴ്സ് ഓഫ് RBIയുടെ ലീഗൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്കാക്കുന്നു. പ്രോട്ടോകോൾ സെക്യൂരിറ്റി, DEPR നമ്മൾ ഓൾറെഡി കണ്ടു, എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ്. ഇതൊക്കെയാണ് ഗ്രേഡ് A പോസ്റ്റിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ രാജഭാഷയിലാണെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഹിന്ദി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടാവണം. ലീഗൽ ആണെങ്കിൽ LLB ഡിഗ്രി ഉണ്ടാവണം. പ്രോട്ടോകോൾ സെക്യൂരിറ്റി ആണെങ്കിൽ എക്സ് ഡിഫൻസ് ഓഫീസേഴ്സ് വിത്ത് സ്പെസിഫിക് എക്സ്പീരിയൻസ്. അപ്പൊ ഇവിടെയൊക്കെ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രേഡ് ബിയിൽ നമുക്ക് ജനറൽ ആയിട്ടൊരു പോസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് സുഖമായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. കാരണം 60% നമുക്ക് എനി ഡിഗ്രിയിൽ ഏതൊരു ഡിസിപ്ലിനിലാണെങ്കിലും 60%, അതേസമയം SC ST PWB ആണെങ്കിൽ 50% ഉണ്ടായാൽ മതി. ഞാൻ phase 1 phase 2 phase നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെഴുതിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഗ്രേഡ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് പേപ്പർ 1 റീസണിംഗ്, ഇംഗ്ലീഷ്, GK, പ്രൊഫഷണൽ നോളേജ് ഏതാണോ ഡിപ്പാർട്ട്മെന്റ് അതനുസരിച്ച് പ്രൊഫഷണൽ നോളേജ് അവിടെ നോക്കുന്നതായിരിക്കും. പേപ്പർ 2 പ്രൊഫഷണൽ നോളേജിൽ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. ഇന്റർവ്യൂ 50 മാർക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് ഗ്രേഡ് A ആൻഡ് ഗ്രേഡ് ബിയുടെ ഒരു ചെറിയ ഓവർവ്യൂ. ഏകദേശം ഒന്നും അറിയാതിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും അറിയാം എന്നൊരു സ്ഥലത്തേക്ക് എത്തിയെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളെല്ലാവരും. സോ ഇനി ആരെങ്കിലും എന്താണ് RBI ഗ്രേഡ് A, എന്താണ് RBI ഗ്രേഡ് ബി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് ഇല്ലാണ്ട് ആൻസർ പറയാൻ പഠിക്കാം. ആൻഡ് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ നോട്ടിഫിക്കേഷൻസ് ഉടനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. സോ അടുത്ത വീഡിയോയിൽ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യകരമായ കാര്യങ്ങളുമായി എത്തുന്നവരെ ബൈ, ടേക്ക് കെയർ.